ഈ ഇന്റർവ്യൂസിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വാൾസിലൊക്കെ പ്രോഗ്രസീവിസം വിളമ്പുന്ന പുരോഗമനവാദികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരെ ഒരു ഹിപ്പോക്രസിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. മുമ്പ് കേരളത്തിൽ ഒരു വലിയ നടൻ്റെ ഒരു സിനിമ ഇറങ്ങിയാണ്. അപ്പോൾ ആ സിനിമയിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു ജസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സിനിമക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. സ്ത്രീകളായിട്ടുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഒരു സിനിമാ സംഘടന പുതിയതായിട്ട് ഉണ്ടാക്കുന്നു. അവരുടെ പത്രസമ്മേളനത്തിൽ ആ സിനിമയുടെ പേര് പറയാൻ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ നിർബന്ധിക്കുന്നു. ആ പേര് പറഞ്ഞോ, സെയ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ അടുത്തിറങ്ങിയ വൺ ഓഫ് ദ ഓൾ നോ ഏത് സിനിമയാണ്, ഐ വുഡന്റ് വാണ്ട് ടു സേ ഇറ്റ്, ആൻഡ് വൺ ഓഫ് കസബ. അങ്ങനെയുള്ള പിന്നെ സിനിമകൾക്കെതിരെ നമ്മൾ അതിന്റെ പേര് പറഞ്ഞ് തന്നെ വിമർശിക്കണം എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ പുതിയൊരു സിനിമ എടുക്കുകയാണ്. ആ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കണം, ഇത് പോൺ മൂവിയുടെ ട്രെയിലറാണോ അതോ ഇത് കോണ്ടത്തിന്റെ പരസ്യമാണോ എന്നാണ്. നിലവാരം മനസ്സിലായില്ല. ഇതിപ്പോൾ ഫെമിനിസ്റ്റുകളുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, പ്രോഗ്രസീവിസ്റ്റുകളുടെ ഒരു വലിയ പ്രശ്നമാണ്. ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു സിനിമാ ബുദ്ധിജീവിയുണ്ട്. ഇന്ത്യൻ സിനിമ അൺഫോർച്ചുനേറ്റ്ലി ഈസ് സോ യൂസ്ഡ് ടു ഒബ്ജക്ടിഫൈങ് വിമൻ. സിനിമയിൽ സ്ത്രീകളെ ചരക്കുവൽക്കരിക്കുന്നതിന് ഞാൻ അനുകൂലമല്ല, ഞാൻ പ്രതികൂലം, ഞാൻ അതിനെ എതിർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വലിയൊരു സിനിമ ഉണ്ടാക്കിയപ്പം അതിന്റെ അവസാനത്തിൽ കൊണ്ടുപോയിട്ട് ഐറ്റം ഡാൻസ്. എന്തിനാ ലൂസിഫർ ഐറ്റം ഡാൻസ് വെച്ചത്? എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു ഐറ്റം ഡാൻസ് എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധമാകുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞത് ഒബ്ജക്ടിഫിക്കേഷൻ അല്ലേ, സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യല്ലേ? ആർക്ക് തന്നെ ഒബ്ജക്ടിഫിക്കേഷൻ ആണ്. ഇതാണ് പ്രോഗ്രസീവിസം, ഇതാണ് അതിന്റെ ഹിപ്പോക്രസി. ഇത് വിശ്വസിക്കാൻ കൊള്ളൂല.